ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസൃതമായി രൂപകൽപ്പന ചെയ്യപ്പെടുന്ന ഒന്നാണ് വീട്. സ്വപ്നസുന്ദരമായ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്കായി ഫോക്കസ് ബിൽഡേഴ്സ് ഒരുക്കിയിരിക്കുന്ന മനോഹരമായ അടുത്തൊരു പ്രൊജക്റ്റ് പരിചയപ്പെടാം. ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും എന്നാൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്തതുമായ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച മാതൃകയാണ്. സിറ്റ് ഔട്ട് കയറി വരുന്നത് ലിവിങ്ങിലേക്കാണ്. TV യൂണിറ്റ്, സോഫ സീറ്റിംഗ് സൗകര്യങ്ങളോട് കൂടി ലിവിംഗ് ഏരിയ വിശാലമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ലിവിങ്ങിനോട് ചേർന്ന് വരുന്ന ഡൈനിങ് ഏരിയ 6 സീറ്റർ ടേബിൾ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് മോഡേൺ ഓപ്പൺ കിച്ചൺ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് കൂടിയ മോഡുലാർ കിച്ചൺ മറൈൻ പ്ലൈയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കിച്ചനോട് ചേർന്ന് തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ് നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടി വളരെ വിശാലമായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ ഒരു ബെഡ്റൂം എന്നിവയാണുള്ളത്. ഡൈനിങ്ങിനോട് ചേർന്ന് യു ഷേപ്ഡ് സ്റ്റെയർ ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. ചെറിയൊരു ലിവിംഗ് ഏരിയ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത്.
അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ് ആണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. എല്ലാ ബെഡ്റൂംസിലും വാർഡ്രോബ് സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു. കോമൺ ബാൽക്കണി കൂടാതെ ഫ്രണ്ട് ബെഡ്റൂമിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന വിധത്തിൽ പ്രൈവറ്റ് ബാൽക്കണിയും ഈ വീടിന് നൽകിയിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റ് വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ കോമൺ ബാൽക്കണി, അപ്പർ ലിവിംഗ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ്, പ്രൈവറ്റ് ബാൽക്കണി എന്നിവയും കൊടുത്തിട്ടുണ്ട്. സിംബോളോ കമ്പനിയുടെ ഇന്റീരിയർ ടൈൽസ് ആണ് ഈ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഫോൾ സീലിംഗ് നൽകി ഇന്റീരിയർ കൂടുതൽ ഭംഗിയുള്ളതാക്കിയിട്ടുണ്ട്. സെമി എക്കണോമിക്കൽ ബഡ്ജറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. റബിൾ ഫൗണ്ടേഷൻ വിത്ത് ബെൽറ്റ് ആണ് ഈ വീടിന്റെ അടിസ്ഥാനം. ഫ്രണ്ട് ഡോർ തേക്ക് വുഡിലും ബാക്കിയുള്ളവ പ്ലാവിലുമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പ്ലോട്ടിന്റെ ഫ്രണ്ട് യാർഡിലും റെയർ യാർഡിലും അത്യാവശ്യം സ്ഥലം കിട്ടുന്ന വിധത്തിലാണ് ഈ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഒരു ഫാമിലിക്ക് കഴിയാവുന്ന മുഴുവൻ സൗകര്യങ്ങളും ഈ വീടിനുണ്ട്. ഈ വീടിൻ്റെ ഓണർ അജീസ് സാറിനും കുടുംബത്തിനും ഫോക്കസ് ബിൽഡേഴ്സിൻ്റെ 1000 ആശംസകൾ. താങ്ക് യു. എൻ്റെ പേര് അജീഷ് എന്നാണ്. ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ വൈഫ് ശാന്തി, പുള്ളിക്കാരി ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സോഷ്യൽ മീഡിയാസിലും അല്ലാതെ മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെന്റ് ആയാലും നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടിയത് ഫോക്കസ് ബിൽഡേഴ്സാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തായിരിക്കും അവരെ വർക്ക് എന്നുള്ളതൊന്നും നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും അവരെ കൺസ്ട്രക്ഷൻ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റി ബേസ്ഡ് കൺസ്ട്രക്ഷനാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് അവരെ ഒരു കസ്റ്റമർ അപ്രോച്ചും കസ്റ്റമർ അക്സെപ്റ്റൻസും എല്ലാം. കാര്യം ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ നമ്മൾ കസ്റ്റമർ റിവ്യൂ എടുത്തതിന് ശേഷം മാത്രമേ അവർ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകത്തുള്ളൂ. വർക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്. വി എഗ്രി ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അലോൺ. പിന്നെ എൻഡ് ടു എൻഡ് ആയാലും നമുക്ക് അവർ ഡയറക്റ്റ് ആയിട്ടും, എസ്പെഷ്യലി ഹരി എൻ്റെ എഞ്ചിനീയർ, പുള്ളിക്കാരനായിട്ട് നമുക്ക് ഡയറക്റ്റ് എന്തുകൊണ്ടും സംസാരിക്കാം. കാര്യം ആ പറയുന്ന കാര്യങ്ങൾ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ അത് അവരത് ചെയ്ത് റെഡിയാക്കി തരും. നമുക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഡേ വരെ പുള്ളി അതിൻ്റെ അത് ഇൻവോൾവ് ആയിരുന്നു. വി ആർ സാറ്റിസ്ഫൈഡ്. ഇതിൽ നമ്മുടെ സൈറ്റ് സൂപ്പർവൈസർ ഹിലാൽ, പുള്ളിക്കാരനായാലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. കാര്യം നമ്മളൊരു വർക്ക് പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ വിളിച്ചത് കാണിച്ച് അത് ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ മാത്രമേ പുള്ളി അടുത്ത സ്റ്റേജിലോട്ട് പോകത്തുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇസ് ഗുഡ്. നമ്മളത് എന്തായാലും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ.